എറണാകുളത്ത് വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. കറുകപ്പള്ളിയിൽ സൈക്കിൾ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരുക്കേറ്റത്. എബൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബൻ, തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ പതിവാകുന്നു. ഇതിനിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കറുകപ്പള്ളിയിൽ സംഭവിച്ചത്? ഉച്ചയോടെയാണ് സംഭവം. സൈക്കിൾ ചവിട്ടി പോയിരുന്ന വിദ്യാർത്ഥിയുടെ സൈക്കിളിന്റെ ഹാൻഡിൽ കേബിൾ കുരുങ്ങിയാണ് അപകടമുണ്ടായത്. വിദ്യാർത്ഥിയുടെ കൈവിരൽ അറ്റു തൂങ്ങുകയുണ്ടായി. ഇത് പിന്നീട് ശസ്ത്രക്രിയയിലൂടെയാണ് തുന്നിച്ചേർത്തത്. ഏതായാലും ദാരുണമായ സംഭവം എന്ന് പറയാം. കാരണം മുൻപും എറണാകുളത്ത് പല സ്ഥലത്തും ഇതുപോലെ കേബിൾ കുരുങ്ങി അപകടമുണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതി വരെ ഇതിൽ ഇടപെട്ട കോടതിയുടെ വിമർശനം ഈ കാര്യത്തിൽ ഉണ്ടായതാണ്. ഇത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം പുറമെയാണ് വീണ്ടും ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം മറ്റു സംഭവങ്ങളും ഉണ്ടായില്ല. കുട്ടിയുടെ കൈവിരൽ മുറിഞ്ഞു പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ കുട്ടി ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മേഖലയിൽ ഇപ്പോൾ ഈ കേബിളുകൾ മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം? നിലവിൽ അത്തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അഴിഞ്ഞു കിടന്ന ഒരു കേബിളിലായിരുന്നു ഈ സൈക്കിളിന്റെ ഹാൻഡിൽ കുടുങ്ങി അപകടമുണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ ഈ സമാനമായ രീതിയിൽ കേബിളുകളുണ്ട്. ഏതായാലും ഇതിൽ അടിയന്തരമായ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. കറുകപ്പള്ളിയിൽ സൈക്കിൾ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരിക്കേറ്റത്. കുട്ടിയുടെ കൈവിരൽ അറ്റുതൂങ്ങി. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തി. കുട്ടി ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.